ദിവസം എന്നോട് ഒന്ന് ചോദിച്ചു, അച്ഛാ നാഗാർജുന ഇങ്ങനെ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമോ? ഞാൻ ചോദിച്ചു, ഇതിനെ കൊണ്ട് കഴിയുമോ? അവരങ്ങനെയൊക്കെ പലതും പറയും, നമ്മുടെ കഴിവിനെ കുറിച്ച് ബോധം ഉണ്ടാവണം. അപ്പം എന്നോട് പറഞ്ഞു, ഒന്ന് ശ്രമിച്ചു നോക്കാൻ, നഷ്ടപ്പെടാവുന്നില്ലല്ലോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ വിറ്റെന്നു വെച്ചാൽ അങ്ങനെ അഭിനയിക്കാനൊക്കെ തുടങ്ങി. ഇപ്പം ഈ ട്രയൽ കണ്ടപ്പോഴും എനിക്കതാണ് തോന്നിയത്. ഈ ആൻ്റണി എന്ന് പറഞ്ഞ പടം തൊട്ട് ആളുകളെ എടുത്തിട്ട് ചവിട്ടുകയും കുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? എനിക്കൊരു മകളെന്നുള്ള രീതിയിൽ ഐ കനോട്ട് ഇമാജിൻ ദാറ്റ് ഷീ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. ബട്ട് അതാണല്ലോ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത്. സോ എനിവേ, വാട്ട് എവർ ഹാസ് ടു ഹാപ്പൻ ആസ് ലോങ് ആസ് ഇപ്പം ഈ സിനിമ കാണുമ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് ചോദിച്ച വാക്കുള്ളൂ. മക്കളെ പോലുള്ളവർ എടുക്കുന്ന സിനിമയ്ക്ക് അച്ഛനെ പോലുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവണം. സോ ഐ ആം വിഷിംഗ് ആൻഡ് പ്രേയിങ് ഒരു ലോക ഹിറ്റാവട്ടെ. അത്രയും നമുക്ക് പറയാനുള്ളൂ. നസ്ലിൻ എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിഷ്ണു വിജയമൊക്കെ കാണുന്ന സമയത്ത് കമലഹാസനെ വലിയൊരു നടനെ കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കര ഇന്നസെൻസും അങ്ങനെ നല്ല കള്ളനാണെന്ന് നമുക്ക് മനസ്സിലാവും. കമലഹാസൻ്റെ കൂടെ അതേ സാധനം രണ്ടാമത് ഇറങ്ങിയിരിക്കുകയാണ് നസ്ലിനായിട്ട്. ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ഈ ഇന്നിപ്പം എന്നോട് 100 ആയോ? ഇല്ല, 98 ആയുള്ളൂ. 100 ആകുമോ എന്നെപ്പോഴും നിശ്ചയമില്ല. അത് കാരണം വെച്ചാൽ സിനിമകൾ സംഭവിച്ചു പോകുന്നത്. ഇപ്പം തന്നെ ഡൊമിനിക് പറഞ്ഞാലേ 8 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല ഞാൻ. പുള്ളിക്കാരൻ്റെ പേഷ്യൻസിനെ ഞാൻ സമ്മതിച്ചെടുക്കുന്നു. നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങ് ജയിക്കോ തോക്കുമോ എന്നൊന്നും ആലോചിക്കില്ല. സിനിമ ചെയ്യുന്നൊരു ഹരമാണെങ്കിൽ ചെയ്തു പോകുന്നു. അങ്ങനെയാണ് ഇതുവരെ എത്തിയത്. ഇപ്പോഴും ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ നന്നായിട്ടുണ്ട്. അത് ഒരു ഫിലിം മേക്കറിൻ്റെ ലൈഫിലുള്ള കാര്യമാണ്. അതുകൊണ്ട് സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികം ഭയപ്പെടേണ്ടതില്ല. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ചിലപ്പോൾ അത് തെറ്റായി പോകും, ചിലപ്പോൾ അത് ശരിയായി വരാം. പക്ഷേ രണ്ടും സംഭവിക്കും സിനിമയിൽ. അതുകൊണ്ട് നമ്മുടെ സിനിമാ ജീവിതം മുമ്പോട്ട് പോകും. കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കരുത്, എനിക്ക് ഇങ്ങനെയൊക്കെ 2-3 സിനിമ എടുക്കാനുണ്ടായിരുന്നു, ഇപ്പം എടുക്കാൻ പറ്റുന്നില്ലല്ലോ. സോ ഐ തിങ്ക് വി ഷുഡ് സേ ഫിലിം ഇസ് നമ്മുടെ ഏറ്റവും വലിയൊരു പാഷനാണ്. ഓക്കെ, ആ പാഷനുള്ളവരാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത്. ആ പാഷൻ കീപ്പപ്പ് ചെയ്യുന്നിടത്തോളം കാലം വിൽ ഗോ ഫോർവേഡ്. ഇതുപോലെ ഉള്ള ആൾക്കാരെല്ലാം ആ പാഷനാണ്. ഫെയിലിയർ ഒന്നും അവരെ അഫക്റ്റ് ചെയ്തില്ല. ദേ ആർ സ്റ്റിൽ ഗോയിങ് ഫോർവേഡ് and people are still liking them. So I think let's do our job, let the result come. ഒരുപാട് സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷം ദ ലിവിംഗ് ലെജൻഡ്സ് ഇൻ ദ ഇന്ത്യൻ ഇൻഡസ്ട്രി, മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ലിവിംഗ് ലെജൻഡ്സിനോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ രാജേഷിൻ്റെ നാക്ക് പൊന്നാവട്ടെ, ഈ പറയുന്ന പോലെ ഇവരോടൊപ്പം വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ. ലോകയുടെ ട്രെയിലർ ലോഞ്ചിന് വന്നപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു രസകരമായ ഒരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. വീട്ടിൽ നിന്ന് വന്നിട്ട് വേറൊരു വലിയ വീട്ടിലേക്ക് വന്നൊരു പ്രതിനിധിയാണ് ഇവിടെ നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് വാക്കിലൂടെ വന്നപ്പോൾ തോന്നുന്നത്. കാരണം ഒരുപാട് പരിചിത മുഖങ്ങൾ, ലൈക്ക് സ്പൈഡർമാൻ, അയൺമാൻ, ഇതൊക്കെ വീട്ടിൽ എൻ്റെ ചോട്ട ഓരോരോ ദിവസങ്ങൾ ഓരോരോ കഥാപാത്രങ്ങൾ മാറുമ്പോൾ ഇവർ പിന്നിൽ മുരളിയാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്ന് നേരെ വീട്ടിലോട്ട് കയറി വന്നൊരു പ്രതിനിധിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ സ്നേഹിക്കുന്ന മലയാള സിനിമയിൽ ഒരുപാട് ആൾക്കാർ, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും മീഡിയ പേഴ്സണാലിറ്റീസ് ആണെങ്കിലും എല്ലാവരും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹോം കമ്മിങ് അഗെയിൻ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടീസർ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു ലോകം തന്നെയാണെന്നുള്ളത് ആ വാക്ക്, ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ. ആൻഡ് ബിഗ് കൺഗ്രാറ്റ്സ് ടു ഓൾ ദ ടീം. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൈൻഡ് ബ്ലോയിങ് ട്രെയിലർ. അതേപോലെ തന്നെ പ്രിയട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോക ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം മലയാള സിനിമ നമുക്കെന്നറിയാം, ഇന്ത്യൻ സിനിമയിലെ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ നിലവാരത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കോണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോ ആ ഒരു തലത്തിലേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോണ്ടന്റിന്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്ടീസിലാണെങ്കിലും എല്ലാ രീതിയിലും ഇതൊരു ബെഞ്ച് മാർക്ക് മൂവിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് ലെറ്റ് ഇറ്റ് ബി എ വിന്നർ. ഓൾ ദി ബെസ്റ്റ് ടു ദി എൻ്റയർ ടീം. പിന്നെ എടുത്തു പറയേണ്ടത്
ഇതിൽ അഭിനയിച്ച ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെറിയൊരു വൈരാഗ്യമുണ്ട്. എളുപ്പത്തിന് തല കുനിച്ചു. അത് എൻ്റെ സിനിമകൾ കണ്ടിട്ട് കൂവിയ ഒരാള് ഇവിടെ ഉണ്ട്, ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ ഈ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും കൂടെ അല്ല, എൻ്റെ മുഖത്ത് നോക്കി കൈയടിക്കണമെന്ന് പറയണമെന്നൊരു ആഗ്രഹമുണ്ട്, കൈയടിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട്? ഞാൻ ഏറ്റില്ലേ? താങ്ക് യു. മറ്റേ നീ പോയി പണി നോക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പണി പോയല്ലോ. താങ്ക് യു. ഇപ്പം എൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്തും കൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും എൻ്റെ സുഹൃത്തുമായ സലീം കുമാർ. അപ്പോൾ അറിയാവുന്ന പോലീസുകാരൻ്റെ വീട്ടിൽ നിന്ന് തന്നെ 2 അടി കിട്ടുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. സോ താങ്ക് യു. സോ ഹാപ്പി ടു സീ. ഇത് വേറൊരു ഡിഫറെൻറ്റ് ഒരു അറ്റയറിലും ഒരു ഗെറ്റപ്പിലും ചന്തുവിനെ കാണാനായിട്ട് സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു ഉമ്മ. താങ്ക് യു. സോ ജോക്സ് അപ്പാർട്ട്, വേഫെറർ ഫിലിംസ്, DQ, ആ പേര് നമുക്കറിയാം. ക്വാളിറ്റി മൂവീസ് അല്ലെങ്കിൽ നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സമ്മാനിക്കുന്ന ഒരു ബാനറാണ്, ഒരു പേരാണ്. സോ നമുക്കറിയാം ഒരുപാട് ഒരു ചെറിയൊരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോയ ഒരു കാലഘട്ടം ഫാമിലിക്ക് ഉണ്ടായിട്ടും. ബട്ട് എവറിത്തിങ് ഈസ് ക്ലിയർ ആൻഡ് ഇറ്റ് വിൽ ബി എ ഡബിൾ ധമാക്ക ഈ സിനിമയും അതേപോലെ തന്നെ മുമ്പോട്ടുള്ള അവരുടെ ജീവിതവും എല്ലാ രീതിയിലും. സോ വി ആർ ഓൾ വിത്ത് യു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് എൻ്റെ ടീം. എല്ലാവർക്കും നമസ്കാരം. ട്രെയിലർ കണ്ടു, കിടലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ പ്രിയൻ സാർ പറഞ്ഞാൽ ലോകയുടെ ലോകം മൊത്തം കാണട്ടെ, ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറട്ടെ, എല്ലാ ഭാഷകളുടെയും അതിർത്തി ഭേദിച്ച് മുന്നേറട്ടെ. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്ത അതായത് നസ്ലിം ബ്രോയ്ക്കും കല്യാണിക്കും അതുപോലെ തന്നെ ഡൊമിനിക് ബ്രോ, ശാന്തി, പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഒരു മലയാളത്തിൽ നിന്നുള്ള ഒരു അടുത്തൊരു 300 കോടി 400 കോടി പടായി മാറട്ടെ, കിടലാവട്ടെ. ഞാനൊക്കെ അസൂയോടുകൂടി കലാലയ കാലത്ത് ചന്തു കൂവിയത് മാത്രമേ ചാക്കോച്ചൻ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ആ കാലത്തൊക്കെ എല്ലാ പെൺപിള്ളേരുടെ ഓട്ടോഗ്രാഫി ബുക്കിൻ്റെ കവറിലൊക്കെ ഈ ചാക്കോച്ചൻ്റെ പടമൊക്കെ കണ്ട് ഒരുപാട് അസൂയപ്പെടുകയും അങ്ങനെ പറ്റിയാൽ കറണ്ട് പോകുന്ന സമയത്ത് പോവുകയും അല്ലെങ്കിൽ നമ്മളെ പോവുകയും പറയുകയും ചെയ്തിട്ടുള്ള ചാക്കോച്ചൻ. പിന്നെ ഒരു സെറ്റ് ആർട്ടിസ്റ്റുകൾ ഇരിക്കുകയാണ്, പുതിയ തലമുറ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, നസ്ലിനും കല്യാണിയും ചന്തു ഉൾപ്പെടുന്ന എല്ലാവരും ഇരിക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ കണ്ട് വലിയ അനുഭവത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ചാക്കോച്ചൻ പറഞ്ഞു അവിടെ ദുൽഖറാണ് സിനിമയുടെ നിർമ്മാണം. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളിൽ കോവിഡ് വന്നപ്പോഴല്ലാതെ ഒരു 50 ദിവസം മമ്മൂക്ക സിനിമയില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത കാലത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്രമ സമയത്ത് അദ്ദേഹം ഏറ്റവും ഗൗരവത്തോടെ നോക്കിയിരുന്നത് ഈ ഒരു സിനിമയുടെ വളർച്ചയാണ്. ഈ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലും എന്താണ് എങ്ങനെയായി എന്ന് വളരെ കൗതുകത്തോടെ ചോദിക്കുമായിരുന്നു. ഈ നമുക്കിടയിൽ നടക്കുന്ന ആളുകളെ പറ്റിയും നമ്മുടെ സ്വാഭാവികമായ കഥയൊക്കെ പറയാനൊക്കെ പറ്റും. ഇത്രയധികം വിഷ്വലുകൾ കുമിഞ്ഞു കൂടുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ കാഴ്ച ഉണ്ടാക്കുക, എങ്ങനെയാണ് ഒരു പുതിയ കഥ ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവരും തലമുറഞ്ഞ് ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ശൂന്യതയിൽ നിന്നും തീർത്തും പുതിയൊരു കഥാപരിസരം ഒക്കെ ഉണ്ടാക്കിയ സംവിധായകൻ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക. നേരത്തെ ഇതിൻ്റെ ക്രൂവിനെ പറ്റി സംസാരിച്ചത് ഒരു സാധാരണ കഥ പറയുന്ന പോലെ അല്ലല്ലോ. ഒരാൾ മനസ്സിൽ കാണുന്ന കഥ ഇങ്ങനത്തെ ഒരു ലോകത്ത് നടക്കുന്ന കഥയായി പറയുന്നതൊക്കെ വലിയ ശ്രമകരമായ ജോലിയാണ്. അങ്ങനെ എല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് ഈ ട്രെയിലർ എത്തുന്ന അവസരം വരെ ഇതെത്തിയിരിക്കുന്നു. ഒരുപാട് പേരുടെ വലിയ അധ്വാനം ഈ ചിത്രത്തിന് പുറകിലുണ്ട്. അവരുടെ എല്ലാം അധ്വാനം ഏറ്റവും ഗംഭീരമായി ഫലം കാണട്ടെ, ഏറ്റവും സൂപ്പർ ഹിറ്റായി ഈ ചിത്രം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെ പ്രേംസാർ പറഞ്ഞ കല്യാണി അഭിനയിക്കുന്നത് വലിയ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കൂട്ടി വായിക്കാറുണ്ട്. ഇത് ചന്ദ്ര എന്ന് കല്യാണി കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ചന്ദ്രലേഖ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഇതിപ്പോൾ ചന്ദ്രയുടെ ലോകം അതിൻ്റെ ഒരു ലോഞ്ചാണ് വന്നിരിക്കുന്നത്. അവിടെ ഈ വലിയ ആളുകളോടൊപ്പം വരാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എൻ്റയർ ടീം. എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, നമ്മുടെ മലയാള സിനിമയിൽ എപ്പോഴും നിങ്ങളുടെ കണ്ടന്റ് സൂപ്പർ എന്ന് എല്ലായിടത്തും പോയി പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്കെയിലിനെ പറ്റിയിട്ട് ഒരിക്കലും വളരെ കുറച്ചായിട്ട് പറയാതെ അപ്പോൾ നല്ലൊരു കണ്ടന്റും സ്കെയിലും കൂടെ ചേർന്നാൽ എന്താണെന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ ചന്ദ്ര ലോക കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഗംഭീര ട്രെയിലർ. താങ്ക് യു സോ മച്ച്. അഭിനയിച്ച എല്ലാവർക്കും, കല്യാണി, ടിസ്ലൻ,
എല്ലാവരും ഇതിൽ ചന്തു, അരുൺ, എല്ലാവരും അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുവാണ്. കാരണം ഈ സിനിമ നന്നായിട്ട് ഓടേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ്. കാരണം ഇത് നന്നായിട്ട് ഓടിക്കഴിഞ്ഞാൽ ജോം സാറ് നമ്മുടെ പടത്തിലെ ബഡ്ജറ്റിനെ കുറിച്ച് കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഗംഭീര ഹിറ്റ് ആകട്ടെ. താങ്ക് യു സോ മച്ച്. ഐ ആം ഗെയിം എങ്ങനെയാണ് ഡിഗ്രി ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്? അതിനെന്തെങ്കിലും സംഭവങ്ങൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അതിന്റെ വിശേഷങ്ങളാണ് പറഞ്ഞത്. ഇത് നന്നായിട്ട് ഓടുന്നതനുസരിച്ച് അദ്ദേഹം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, ഇപ്പോൾ ഷെഡ്യൂൾ കഴിഞ്ഞു, സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പം നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും.